ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് നോക്കാം. ഇന്ന് രാവിലെ തൊട്ട് അനുമോൾ കുറച്ച് ഡൗൺ ആയിരുന്നേ. അനീഷ് അനുമോളുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. അനീഷിന് മനസ്സിലായി അനുമോൾ മെന്റലി ഡൗൺ ആണ് എന്നുള്ളത്. ഇതിനകത്ത് അനുമോൾ സങ്കടപ്പെട്ടാലും കരഞ്ഞാലും അത് ഡ്രാമയാണ്. എവിടെയെങ്കിലും പോയി തനിച്ചിരിക്കുവാണെങ്കിൽ അത് ഒറ്റപ്പെട സ്ട്രാറ്റജിയാണ്. തുടക്കത്തിൽ എനിക്ക് തോന്നിയിരുന്നേ ഇതാണ് സത്യമെന്ന്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. അനുമോൾ തുടക്കത്തിൽ ഒരുപാട് കൂട്ടുകെട്ട് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ലാസ്റ്റ് ടൈം ആകുമ്പോഴേക്കും അതായത് നമ്മുടെ ആദില നൂറയൊക്കെ ആയിട്ട് നല്ലൊരു കൂട്ട് അവിടെ ഉണ്ട്. അങ്ങനെ ഓരോരുത്തരൊക്കെ ആയി കൂട്ടുകൂടാൻ ശ്രമിക്കുന്ന ആ വ്യക്തി അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുക്കേണ്ട ആവശ്യം അവിടെ ഉണ്ടോ? ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന കാര്യം, വീട്ടിലെല്ലാവരും നമുക്ക് എതിരെ നിൽക്കുമ്പോഴേ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തവർ പോലും നമുക്ക് എതിരെ നിൽക്കുവാണെങ്കിൽ ഇവിടെ അനുമോൾ ചെയ്ത തെറ്റെന്താണ്? ആ ക്യാപ്റ്റനോട് ചോദിക്കാതെ അവിടെ ഉണ്ടായിരുന്ന മാവ് എടുത്തിട്ട് ദോശ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. ഏതാണ്ട് 10-75 ദിവസമായി ഇപ്പൊ അവരൊരു പുറം ലോകവും ഇല്ലാതെ അവിടെ കഴിയുന്നു. ആ ഒരു വീട്ടിൽ കഴിയുന്നവര് എല്ലാവരും ചിലപ്പോൾ ഇമോഷണലി ചിലപ്പോൾ ഡൗൺ ആയിട്ടൊക്കെ പോകാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടെയുള്ള ഒരാൾ, വിശ്വസിച്ചിരുന്ന ഒരാൾ എല്ലാവരും നമുക്ക് എതിരായിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും കരഞ്ഞു പോകും, ചിലപ്പോൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് മാറിയിരുന്നു പോകും. പക്ഷെ അതിനെയൊന്നും ഒരു ഡ്രാമ എന്നോ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നല്ലതല്ല. സത്യത്തിൽ ആരെങ്കിലും കരുതിയായിരുന്നോ അക്ബറിന് ആ ഒരു പാവ നഷ്ടപ്പെട്ട സമയത്ത് അക്ബർ ഇങ്ങനെ കാറി കൂവെന്നൊക്കെ? ആ സമയം അക്ബർ കരഞ്ഞ സമയത്ത് ആരും പറഞ്ഞില്ലല്ലോ അത് ഡ്രാമയാണ് എന്നുള്ളത്. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ അനുമോള് കരഞ്ഞാലും അനീഷ് മാറിയിരുന്ന് സങ്കടപ്പെട്ടാലും പറയും അത് ഡ്രാമയാണ്, ഓഡിയൻസ് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും. സത്യത്തിൽ ഇവർ ഇങ്ങനെ കരയുന്ന സമയത്ത് അത് എങ്ങനെയാ ഡ്രാമയായി മാറുമോ? കാരണം എനിക്ക് തോന്നുന്നു ആദ്യത്തെ 1-2 ആഴ്ചയൊക്കെ ചിലപ്പോൾ അവര് ആക്ട് ചെയ്തൊക്കെ നിൽക്കുമായിരിക്കും. പിന്നീട് അവരങ്ങോട്ട് ആ ബിഗ് ബോസ് വീടിനകത്ത് ജീവിക്കുമല്ലേ ചെയ്യുന്നത്. അവരും മനുഷ്യരല്ലേ, അവർക്ക് ഇമോഷൻസ് പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, ആർക്കും അങ്ങനെ ഒരു സങ്കടത്തിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. കാരണം ഇതൊരു ഗെയിം ആണ്. എന്നാലും സാധാ മനുഷ്യരല്ലേ, അതുകൊണ്ട് തന്നെ അവർക്ക് സങ്കടമൊക്കെ വന്നിട്ടുണ്ടാകും. പ്രത്യേകിച്ച് കൂടെ ഉണ്ടായിരുന്നവർ തള്ളി പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ആർക്കായാലും സങ്കടം വരും കേട്ടോ. ഇവിടെ അനീഷ് പോയി സംസാരിച്ചപ്പോൾ വളരെ നന്നായിട്ട് മാന്യമായിട്ടായിരുന്നു അനുമോള് മറുപടി പറയുന്നത്. അനീഷിന് ഇവിടെ ഒരു ഗെയിം ഉണ്ട്, അത് ബിഗ് ബോസ് വീടിനകത്ത് നമ്മൾ എല്ലാവരും കണ്ടതുമാണ്. അത് ഒഴിച്ചു കഴിഞ്ഞാല് അയാളും ഒരു പച്ചയായ മനുഷ്യനാട്ടോ. അയാൾക്ക് മനസ്സിലായി തന്റെ സഹമത്സരാർത്ഥികൾക്ക് അയാൾ ഓക്കെ അല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി. എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രേക്ഷക പിന്തുണയുടെ അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ അനീഷിന്റെ എതിരാളി അനുമോള് തന്നെയാണ്. എന്നിട്ടും അയാൾ അനുമോളുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അനീഷിന്റെ ഉള്ളിൽ ഒരു മനുഷ്യത്വം ഉള്ളത് കൊണ്ട് മാത്രമാണല്ലോ. ശരിക്കും ബിഗ് ബോസ് വീടിനകത്ത് ആദ്യത്തെ ഇവരൊക്കെ സത്യത്തിൽ ഈ ഒരു ബിഗ് ബോസ് വീടിനകത്ത് ജീവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ അവരുടെ യഥാർത്ഥ ഇമോഷൻസ് ഒക്കെ പുറത്തു കാണിക്കും. കാരണം ഒരു റീസണും ഇല്ലാതെ വെറുതെ പോയി മറ്റൊരാളുമായിട്ട് ഉടക്കിയിട്ട് പിന്നീട് ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് അവിടെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എന്ന് തന്നെ പറയാം. അത് എപ്പോഴായാലും തുടക്കത്തിലായാലും ഒടുക്കത്തിലായാലും അത് അങ്ങനെ തന്നെയാണ്. എന്നാൽ ഒരു കാരണം ഉണ്ടായിട്ട് അവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുവാണ് ണെങ്കിൽ അതിനെ ഒരു ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇന്നലെ ഇവിടെ സംഭവിച്ചതും അതൊക്കെ തന്നെയാണ്. അത് അനുമോളെ വല്ലാത്ത ഹേർട്ട് ചെയ്തു സത്യത്തില്.